രണ്ടുപേര് ഈവനിങ് ഭയങ്കര തണുപ്പത്ത് രണ്ടുപേര് സ്വിമ്മിങ്ങിന് ഇറങ്ങിയിട്ടാണ്. ശിവറിംഗ അങ്ങോട്ട് പോകുന്നിടത്ത്. ഹൗ ഡു യു ഫീൽ? ഭയങ്കര തണുപ്പാ. കുറച്ചു നേരം നിൽക്കുമ്പോ നോർമൽ ആവില്ല. തണുക്കുന്നുണ്ട്. 4 മണിക്ക് വരണ്ടായിരുന്നു. അന്നേരം കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഹാഫ് ആൻ അവർ സ്വിം ചെയ്തിട്ട് കയറിയതാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കാന ക്ലബ് മഹീന്ദ്ര റിസോർട്ടിലെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമുക്ക് 10 മണിക്ക് ചെക്കൗട്ട് ആണ്. അതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പോവാം, കഴിച്ചിട്ട് വരാം. എന്നിട്ട് വേണം ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ. നടന്നു പോകുന്നത് പോരെ പോരെ. രാവിലെ തന്നെ വീണ് ഗൈസ്. 3 സ്റ്റെപ്പ് താണ്ടി വീണ്. പ്രശ്നമല്ല, മുട്ട് പൊട്ടി. ശരിക്കും പൊട്ടിയില്ല, അവിടെ സ്കിന്ന് പൊട്ടിയുള്ളൂ. സ്കിന്ന് ചതഞ്ഞ് പൊട്ടി. നോക്കെന്നാ ഉള്ളതെന്ന് നോക്ക്. 2 പനീർ പൊറോട്ട. ഒരെണ്ണം എടുക്ക്. എന്നാ എടുക്കുന്നത്? ആലു പോക്കയാണ്. ആലു പോക്കന എടുക്കുന്നില്ല. ഇങ്ങോട്ട് നോക്കി പറ. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. എൻ്റെ കൈ കൊള്ളുന്നുണ്ട്. തപ്പിയ കുരുതക്കേട് നോക്കിക്കല്ലേ. ഓൾറെഡി ഒരു കുരുതക്കേട് കഴിഞ്ഞതേ ഉള്ളൂ. സാമ്പാർ കോരി കാലയിലേക്ക് ഒഴിച്ചേക്കരുത്. സാമ്പാർ നല്ല തിളച്ചുകൊണ്ടിരിക്കുക. ഇങ്ങോട്ട് പോകുമ്പോൾ ദോശ നമുക്ക് അവിടെ ഓർഡർ ചെയ്യാം അല്ലേ? ദോശ ഓർഡർ ചെയ്യാം. ഗ്രിൽഡ് ടൊമാറ്റോ ഒന്നും വേണ്ട. വേറെ എന്നാ വേണ്ടേ? പൂരി ഒന്നും കിട്ടാം. വട ഉരുണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ബജി സൂജി ഹൽവ വേണ്ട, സ്വീറ്റാണ്. ഇവിടെ എന്നാ നോക്കാം. ഇവിടെ എഗ് ഉണ്ട് കേട്ടോ. ബോയിൽഡ് എഗ് ഉണ്ട്. ബുർജി ഉണ്ട്. കാണിക്കട്ടെ. എഗ് ബുർജി
വീട്ടിലേക്ക് എടുക്കാം. വണ്ടിക്ക് വേണം. പാൻകേക്കിന് ആ, ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് ആ, ഉണ്ട്. ഉണ്ട്. വേണ്ട അടച്ചു. ഇവിടെ ഇത്രയേ ഉള്ളോ? ഇത്ര എടുക്കുന്നുള്ളോ? ഇത്ര എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ദോശ ഇതാകുമ്പോൾ അവരോട് പറയണം നേരത്തെ അത് കഴിച്ചിട്ട് വരാതെ. ആ ഓക്കെ ഓക്കെ. ഓക്കെ ചട്നി എന്നായിട്ട് എടുക്കുന്നു. ഒട്ടും നീറുന്നുണ്ട്. ഒട്ടും നീറുന്നു. ഒട്ടും നന്നായിട്ട് നീറുന്നുണ്ട്. കണ്ടോ? അത് ഓക്കെ. കഴിച്ചിട്ട് വരാം. ഓ ഓ അച്ചു ചൂടൻ എന്നാ എടുത്തേ? വാഫിളും പനീർ പൊറോട്ട. ആ ഓഫിൽ കിട്ടിയാ? എന്നാ എടുത്തേ? പനീർ പൊറോട്ട വാഫിൾ. ആണോ? ദോശ വേണ്ടേ? അപ്പൊ ദോശ പറയുമോ അവിടെ? ആ എഗ് ഓർഡർ ചെയ്യാം അവിടെ കേട്ടോ. ഓംലെറ്റ് അച്ചുവിന് ദോശ ചോയ്സ് ഓഫ് ദോശ. 3 ദോശ പറയാം. അപ്പം നിനക്ക് എഗ്ഗ് വേണം, ഇത് വേണം, ഓംലെറ്റ്. വാട്ട് ഈസ് ദ ബാറ്റർ യു യൂസിങ് ഫോർ ദ വാഫിൾ? വാട്ട് ഈസ് ദ ബാറ്റർ? വാട്ട് ഈസ് ദ ബാറ്റർ? It is eggless batter. It is eggless batter. Eggless? Waffles. Eggless batter. Flour, What batter? Flour. flowers, milk, and baking powder, and essence. Oh, okay. Flavor of. Oh, okay. Okay, nice. Thank you. വാഫിൾ ഓൾറെഡി ഓവർ ആയി. Anna, they are making again. വെരി ഫാസ്റ്റ് ഇറ്റ്സ് ഓവർ. You wait for it, okay? എൻ്റെ ദോശ. Yeah, they are making it. So I just asked what they are, what it is made of. So you eat the dosa. By then the waffles will be ready. It's getting ready. Or you wait for the waffle. You want dosa? Okay, you go. I'll get you waffles. Huh? Dosa for you. സാമ്പാർ വേണ്ടേ? My dosa is getting ready. My omelette is here. Need 2 waffles, okay? Just keep it for us. I'll just come. Thank you. Happy? Okay. എന്താ കഴിക്കുന്നത്? നമ്മൾ എവിടെ പോയാലും ദോശ. ദോശ ഓംലെറ്റ്. ദോശ ഓംലെറ്റ് എങ്ങനെയുണ്ട്? നമ്മൾ സൗത്ത് ഇന്ത്യൻ പോലെ ഉണ്ടോ? സൗത്ത് ഇന്ത്യൻ ദോശ പോലെ ഉണ്ടോ? ആയിട്ടില്ലല്ലേ? അത്രയില്ല. ബട്ട് സ്റ്റിൽ ദോശ ഫേവറേറ്റ് ആയതുകൊണ്ട്
നമ്മൾ എവിടെ പോയാലും ഒരു ദോശ കഴിച്ചിരിക്കും. മധ്യപ്രദേശിൽ വന്നിട്ട് നമ്മൾ ദോശ കഴിക്കുന്നത്. അപ്പൊ അതെ ചക്ക ഉണ്ടാകുന്ന പ്ലാവ് ഇതേ നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മൾ പ്ലാവ് കണ്ടിട്ടുള്ളൂ. ഇത് മധ്യപ്രദേശിൽ നിൽക്കുന്ന പ്ലാവ് ഉണ്ട് ചക്ക കായ്ച്ച് നിൽക്കുന്നത്. പക്ഷെ തുടങ്ങിയിട്ടേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. മൂത്തിട്ടൊന്നുമില്ല, ചക്ക കായ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളൊക്കെ ചക്കപ്പഴം തരുന്ന സമയമല്ല നാട്ടിൽ. അല്ല വെള്ളമൊന്നും വേണ്ട, ചുമ്മാ വെള്ളമൊന്നും. മഴയൊക്കെ ഇവിടെ നന്നായിട്ട് മഴയുള്ള സ്ഥലമല്ലേ? മഴയുള്ളപ്പോൾ ചക്ക കായ്ക്കുക അല്ലേ അപ്പാ? ഇവിടെ വെതർ ഏകദേശം അതുപോലെയാണെന്ന് തോന്നുന്നു. ഏകദേശം അതുപോലെയാണെന്ന് തോന്നുന്നു. നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ മധ്യപ്രദേശ്. ഐ തോട്ട് ഇറ്റ്സ് എ ഡ്രൈ പ്ലേസ്. സെൻട്രൽ ഇന്ത്യ എന്ന് വിചാരിക്കുമ്പോൾ അതിന് നമ്മൾ ഫോറസ്റ്റിലേക്ക് വന്നിട്ടാണോ അറിയില്ല. എന്താണ് കംഫർട്ടബിൾ ക്ലൈമറ്റ് അവിടുത്തെ. നമ്മൾ ഓർക്കില്ല ഭയങ്കര ചൂടായിരിക്കുന്നു. ഞാനങ്ങനെ വിചാരിച്ചിരുന്നു. വാട്ട് യു തിങ്ക് അച്ചു? രാവിലെ തന്നെ നമ്മൾ ഇങ്ങനെ പോകുന്നപ്പോ ഭയങ്കര ചില്ലിങ് ആയിരിക്കും. ഒരു കാര്യം കേൾക്കണം. പപ്പ ഉണ്ടല്ലോ, അവിടുന്ന് ഞാൻ ഹുഡിയൊക്കെ എടുത്ത് വെച്ചപ്പോൾ പപ്പ പറഞ്ഞേ, ഓ അവള് ഹുഡിയും കൊണ്ട് സെൻട്രൽ ഇന്ത്യയിലേക്ക് അവിടെ ഭയങ്കര ചൂടാകൊണ്ട് എടുത്തു വെക്ക്. ഞാൻ എന്നിട്ട് എനിക്ക് 2 ഹുഡി അച്ഛനും ഹുഡിയൊക്കെ എടുത്ത് വെച്ചു. പപ്പയുടെ ഹുഡിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ടേ. എന്നിട്ട് ഇങ്ങനെ തണുത്ത് വിറയ്ക്കുക ഹുഡിയില്ലാതെ. നിന്റെ ഹുഡി എനിക്ക് സഫാരിക്കൊക്കെ പോയിട്ട് ഭയങ്കര തണുപ്പ്. എന്നിട്ട് എൻ്റെ ഹുഡി പിന്നെ എന്താ വായ്പ കൊടുത്തു. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു. വരാൻ പറ്റുന്നില്ല. ആ പയ്യെ വന്നാൽ മതി, പയ്യെ വന്നാൽ മതി. നടക്കാനായിട്ട് കേട്ടോ. അതെ കോഴിയെല്ലാം ചേർത്തെടുക്കുക. കോഴിയമ്മമാരും കോഴിയമ്മമാരും ഉണ്ട്. മങ്കി അപ്പുറത്തെ സ്ഥലം എല്ലാം കൂടെ ചേർത്തെടുക്കാൻ പറ്റും. അതിലൊരു മങ്കി അതിലെ കൂടെ അവിടെ തിരുപ്പുണ്ട്. കോഴിയമ്മ കണ്ടോ ഇരിക്കണേ റെഡ് ചെടിയുടെ പുറകില് കളിക്കുക. 2 പേരാ കളിക്കുന്നത്. ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടോ? കണ്ടോ നീ ഇങ്ങനെ ചാടിയിട്ട് കളിക്കട്ടെ. അങ്ങനെ ചാടിയിട്ട് കളിക്കുക. എങ്ങനെ എന്നെ പിടിക്കാൻ നോക്കി അവരവിടെ ഓടിക്കളെ. നമുക്ക് അത് അതിന് വേണ്ടിയല്ല, ഒരു റൗണ്ട് അടിച്ചിട്ട് കളിക്കുന്ന നോക്ക്. അതെടുക്ക്. അതേ ആർച്ച് നമ്മുടെ ആർച്ച്. ഓ ഇവര് ഇതിനകത്താന്ന് തോന്നുന്നു കേട്ടോ. കുറേ പേരുണ്ട്. ഒരു ഭയങ്കര കളിയാണ്. ആയിരുന്നു ഇത് നാരകം. അപ്പ നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലവും ഉണ്ട് ഇവിടെ നാരകം. കുഞ്ഞു നാരങ്ങ ഉണ്ട് കേട്ടോ അതില്. വീഡിയോയില് പോസ് എടുത്തതാ. ഇവൻ ഭയങ്കര കളിയനാണ്. ഓ 2-3 പേരുണ്ട്. 3 പേരുണ്ട്. ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്. അതൊക്കെ വലുതാ ചിലത്. ഒരു കുഞ്ഞവൻ. പ്ലേ ടൈം. ഇവിടെ നിന്ന് നമുക്ക് 10 മണിയാകുമ്പോ അയ്യോ ശരിയാ. ഇവിടെ എല്ലാം ഇങ്ങനെ നാരങ്ങ ഒക്കെ കണ്ടോ. കുറേ ലെമൺ ട്രീയുടെ അവർ വെച്ചിട്ടുണ്ട്. ലെമൺ ട്രീസ് ഒക്കെ മാഡം ജിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഞാൻ വീഴാതെ പുറകോട്ട് വരെ നടക്കുന്നുണ്ട്.
കയറത്തില്ലേ? ഇവിടെ അച്ചി വീണത്. വീണ പോസ്റ്റ് ഒന്ന് കാണിക്കേ. വീണ ഓക്കെ. ആ മതി മതി. It was a very nice experience in the jungles. Give your feedback. Very good. Yeah. Whatever you feel, you do it. Pick up arrangements. അതൊന്നുമില്ല. Check-in experience. ആ നല്ലതായിരുന്നു. നല്ലതായിരുന്നു. Check-out experience. അത് നല്ലത്. You stick it there. You just write your name. ഒട്ടിക്കടാ. കെവിൻ ഇത്. Kevin is they know you. Okay. Membership ID. ഒരു മിനിറ്റ്. അങ്ങനെ നമ്മൾ കാനായിലെ സ്റ്റേ അവസാനിപ്പിച്ചിട്ട് നാഗ്പൂരിന് പോവുകയാണ് കേട്ടോ. വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാന ജംഗിൾ സഫാരി. ഒന്നും മറക്കാനേ പറ്റില്ല. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു നമ്മളുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാം വളരെ ഗുഡായിരുന്നു. സൂപ്പർ. ഇനിയും വരും ഞങ്ങൾ. Thank you. We like the place and like your hospitality. Everything is good. Thank you guys. Yeah. Thank you. Yeah. Thank you for watching. Please like, share and subscribe for more videos. Bye.